എക്സാം ഹാളിൽ കയറി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വേണ്ട കാര്യമാണ് പേഷ്യൻസ്. അവസാനത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 5 GK വായിക്കുകയാണെങ്കിൽ മിനിമം 2 ആൻസർ ചെയ്യണം. അങ്ങനെ 10 വായിക്കുകയാണെന്ന് വെച്ചെങ്കിൽ 4 ആൻസർ ചെയ്യണം. അങ്ങനെ 70 GK കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മിനിമം 28 ആൻസർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റിലെ റൺ റേറ്റ് സ്ട്രാറ്റജിയാണ്. എക്സാമ്പിളായിട്ട് ODI മാച്ച് എടുക്കുക. 250 നമ്മൾ ചേസ് ചെയ്യേണ്ട റണ്ണ് 50 ഓവറിൽ. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഓവറിൽ 5 റൺ എടുക്കണം. ആ 5 റണ്ണ് വേണമെങ്കിൽ നമുക്ക് 5 ഓടിയെടുക്കാം. അല്ലെങ്കിൽ 4 ഡോട്ട് ഇട്ടിട്ട് ഒരു ബൗണ്ടറി ഒരു സിംഗിൾ എടുത്താലും 5 റണ്ണാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് മാർക്ക് വേണം. ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണം. അപ്പോൾ അതിനുള്ള ഫുൾ സ്ട്രാറ്റജി ആയിട്ടായിരിക്കണം നമ്മൾ എക്സാമിന് പോകേണ്ടത്. എന്തുകൊണ്ടാണ് MS ധോണി ഒരു ലെജൻഡറി ക്രിക്കറ്റർ ആയത്? 2011 ഒരു പടുകൂറ്റൻ 6 അടിച്ച് ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്തു. 20ാമത്തെ ഓവറിലാണ് അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. എന്തുകൊണ്ട് അപ്പം തന്നെ 6ഉം 4 അടിച്ച് ഇന്ത്യ ജയിപ്പിച്ചില്ല? ഏകദേശം ഇനി 30 ഓവർ കൂടി ബാക്കിയുണ്ടെന്ന് അറിയാം. റൺ റേറ്റും വിക്കറ്റും കീപ്പ് ചെയ്യണം. അങ്ങനെ ക്ഷമയോടെ കളിച്ച് കളി വിജയിച്ചു എന്ന് ഉറപ്പായതിന് ശേഷമാണ് ഒരു പടുകൂറ്റൻ 6 അടിച്ച് ആ കളി ഫിനിഷ് ചെയ്യുന്നത്. നമ്മളൊരു എക്സാം എഴുതുമ്പോൾ ക്ഷമയുടെ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് വേണം എഴുതാൻ. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ടഫാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്താൻ നിൽക്കരുത്.